അത് ഇന്റർവ്യൂവിന്റെ കാര്യത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ ആ റീച്ച് മനസ്സിൽ കണ്ടിട്ടാണ്. സത്യം പറഞ്ഞോ, ടു ബി ഫ്രാങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ റീച്ച് കിച്ചു ബിഗ് ബോസിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഒരു കണ്ടന്റ് ആവാൻ സാധിച്ചു. ഇതിന് ശേഷം ഒരു കല്യാണം എന്നുള്ള രീതിയിലേക്കൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു. അത് മുടങ്ങും മീൻസ് മനസ്സോട് തന്നെ മുടക്കും, പിന്നെയും ചിന്തിക്കും. പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണ്. എല്ലാവർക്കും നമസ്കാരം. രേണു സുധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. താല്പര്യമുള്ളവര് കണ്ടാൽ മതി, ഇല്ലാത്തവര് കാണണ്ട. കാരണം കുറെ പേർക്കൊക്കെ മടുപ്പായിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഒരു എന്റർടൈൻമെന്റ്, ഒരു കോമഡി കണ്ടന്റ് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ രേണു സുധിയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞാൻ എടുത്ത് ചെയ്യുന്നതും. അപ്പൊ രേണു സുധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കണ്ടന്റിൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു സുധി പറഞ്ഞല്ലോ, എടാ എന്നെ വിറ്റിട്ട് നീ കാറ് വാങ്ങിച്ചില്ലോടാ പൊന്നെ, അല്ല കടികളടാ പൊന്നെ, ആ മൂഡില് കാറ് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പോലെ ഫ്രസ്ട്രേറ്റഡ് ആയി കുരു പൊട്ടി കിടന്ന് വെപ്രാളം കാണിച്ചല്ലോ. ആ കാറാണ് ഈ കാറ്, കണ്ട, അതാണ് നമ്മുടെ ഈ പുതിയ കാറ്, ഇതാണ് രേണു സുധി പറഞ്ഞ അന്ത കാറ്. ഓക്കെ, എന്തായാലും സന്തോഷം രേണു സുധി. നീ പറയുന്നു നിന്നെ വിറ്റിട്ടാണ് ഞാൻ കാർ എടുത്തതെന്ന്. എങ്ങനെ നീ നിനക്ക് അങ്ങനെ പറയുമ്പോൾ സന്തോഷം കിട്ടുകയാണെങ്കിൽ പിന്നെ ഞാനായിട്ട് ഇനി വേറെ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. നിന്റെ ഹാപ്പിനെസ് ആണ് നമ്മുടെ ഹാപ്പിനെസ്, അല്ലേ പ്രേക്ഷകരെ? നിങ്ങൾ പറയൂ, രേണു സുധിക്ക് അങ്ങനെ സന്തോഷം കിട്ടുകയാണെങ്കിൽ നമ്മളായിട്ട് സന്തോഷം കളയുന്നത് എന്തിനാ? എടാ, നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിജയമല്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കും. ഞാനിപ്പോ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. നമ്മുടെ മൂവി വേൾഡ് ആണെങ്കിൽ ചറപറാന്ന് പാർട്ട് 1, 2, 3, 4, 5, 6, 7, 8 സീരീസിന് കണക്കിന് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. സീരീസ് കണക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓരോ ദിവസം ഓരോ പാർട്ടുകൾ വരുന്നുണ്ട്. അവരെനിക്ക് അത്യാവശ്യം തോന്നുന്ന രേണുവിന് നല്ലൊരു എമൗണ്ട് കൊടുത്ത് കാണാം. അതെല്ലാം തിരിച്ച് പിടിക്കാനായിട്ട് അവരും നല്ല പാർട്ട് കണക്കിനായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല കാര്യം, അങ്ങനെ തന്നെ വേണം, അത് തന്നെ ചെയ്യണം, ഇല്ലെന്നൊന്നും പറയില്ല. ഒരിക്കലും ഞാൻ തെറ്റായിട്ട് കാണുന്നില്ല. എന്തായാലും രേണു സുധിയുടെ ഇന്റർവ്യൂ വന്നതുകൊണ്ടും പാർട്ടായിട്ട് ഇറക്കിയത് കൊണ്ടൊക്കെ അല്ലേ നമുക്ക് കണ്ടന്റ് ആയത്. രേണു സുധി കണ്ടന്റ് വിട്ട് നമ്മളെ വഴിക്ക് 4 വാക്ക് പോയപ്പോഴാണ് വീണ്ടും വന്നത്. സന്തോഷം, വളരെയധികം സന്തോഷം. രേണു, നിന്റെ വിചാരം നിന്റെ അടുത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമൊന്നും. എനിക്ക് ദേഷ്യമൊന്നുമില്ല, എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ, സത്യം. വളരെ പറയാം, ചുമ്മാ. പിന്നെ നിന്റെ തള്ളു കേൾക്കുമ്പോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ചില സമയത്ത് ഞാൻ ചിരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കാർ എടുത്തെന്ന് പറഞ്ഞ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടില്ലേ, അത് കണ്ട് ഞാൻ ചിരിച്ച് ഇല്ലാണ്ടായി. അത് ചില സമയം ഇങ്ങനെയാണ്, ചിരി വരും. പിന്നെ ഒരു ടൈമിലൊക്കെ ഞാൻ സീരിയസ് ആയിട്ട് ടോപ്പിക്ക് സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. കാരണം പല കള്ളങ്ങളും വിളിച്ചു പറയുന്ന ഉടായ്പകളൊക്കെ വലിച്ചീറി ഒട്ടിച്ചുകൊണ്ടിരുന്നു. പിന്നെ നിനക്ക് അസുഖം വന്നതിന് ശേഷം എനിക്ക് സഹതാപം തോന്നി, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, സഹതാപം തോന്നി. പിന്നെ അതിനെ തുടർന്ന് വേണ്ടാന്ന് പറഞ്ഞ് വിട്ടപ്പോൾ വീണ്ടും നെഞ്ചത്ത് എറിയുന്നു, ലോറി ഒട്ടിക്കുകയാണ് നീ. പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്തായാലും നമുക്ക് ഇന്റർവ്യൂവിന്റെ ചെറിയ ഭാഗങ്ങളും രേണുവിന്റെ തള്ളുകളും കള്ളങ്ങളും ഒക്കെ കാണാം. എന്തായാലും രേണു എന്തുകൊണ്ട് രേണു സുധി ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടാ കാണാം. ഓക്കെ, ഞാൻ നേരത്തെ ഞാൻ ചേച്ചിനെ വിളിക്കുമായിരുന്നു. അത് ഇന്റർവ്യൂവിന്റെ കാര്യത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ ആ റീച്ച് മനസ്സിൽ കണ്ടിട്ടാണ്. സത്യം പറഞ്ഞോ, പറയേണ്ട കാര്യമല്ലേ എനിക്ക്. പക്ഷേ ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. ഞാനും കള്ളം പറയാറില്ല, എനിക്കും കള്ളം പറയേണ്ട കാര്യമില്ല. ടു ബി ഫ്രാങ്ക്, അവര് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂവിന് വിളിക്കുന്നതെന്ന് അവര് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടു ബി ഫ്രാങ്ക് ഞാനും പറയാറുണ്ട്, ഞാൻ റീച്ച്, കണ്ടന്റ്, കാശ് മുക്കിയെങ്കിലേ കാശില്ലാണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല മക്കളെ. രേണു എന്തിനാ ഇന്റർവ്യൂ കൊടുക്കുന്ന കാശിന്? രേണു എന്തിനാ കിച്ചുവിനെ കുറ്റം പറയുന്ന കാശിന്? രേണു എന്തിനാ എന്നെ കുറ്റം പറയുന്ന കാശിന്? അപ്പൊ ഞാൻ എന്തിനാ രേണുവിനെ കുറ്റം പറയുന്ന കാശിന്? ഓക്കെ, വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ, എനിക്ക് ലൈക്ക് അടിച്ച് ഹൈപ്പ് വന്ന് കമന്റ് അടിച്ച് എനിക്കും കാശ് ഉണ്ടാക്കി തരേണ്ടതാണ് എല്ലാവരും. എന്തായാലും എന്നെ ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഹാപ്പി ഓണം എന്ന് എനിക്ക് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഞാനും അങ്ങോട്ട് ഹാപ്പി ഓണം ടു യു ഓൾ. എല്ലാവരും അടിച്ചു പൊളിക്ക് ഓണം. എനിക്കങ്ങനെ വലിയ എന്റർടൈൻമെന്റ് നമുക്ക് പണ്ടേ നമ്മൾ നേരെ ഇരുന്നപ്പോഴും, മോശമായിട്ടിരുന്നപ്പോഴും, നല്ലതായിട്ടിരുന്നപ്പോഴും, കെട്ടിട്ട് ഇരുന്നപ്പോഴും നമുക്ക് ഓണവും ക്രിസ്മസും എല്ലാം ഒരുപോലെ തന്നെ. ജസ്റ്റ് ഓക്കെ, ഫൺ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്റർവ്യൂവിന്റെ ബാക്കിയിലോട്ട് പോകാം. ഇപ്പോ സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് കോൺടാക്ട് വന്നപ്പോഴേക്കും ചേച്ചിയുടെ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എടുത്തത്. കാരണം എന്താ വെച്ചാൽ ചേച്ചിനെ കാണണമെന്നുണ്ടായിരുന്നു, കുറച്ചു നേരം സംസാരിക്കണം എന്നുണ്ടായിരുന്നു. സങ്കടം അത് ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് സംസാരിച്ചാൽ പോരെ, എന്തിനു ഇന്റർവ്യൂ എടുക്കുന്നു? കാശ് മറന്നുപോയി എന്നുള്ളതല്ല, എന്തോ എവിടെയൊക്കെയോ ഒരു എന്താ പറയാ, നേരത്തെ ഞാൻ അത്ര വലുതായിട്ട് കാര്യമാക്കി കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു അംഗത്തെ പോലെ ഞാൻ ചേച്ചിനെ കണ്ടിട്ടുണ്ട്. എങ്കിൽ ഒരു കാര്യം ചെയ്യും, ജലമൊത്തം നോക്കി അങ്ങോട്ട് ഏറ്റെടുക്കുക. ആങ്കറെ എന്നാ തള്ളാടെ തള്ളുന്ന ഒരു മയത്തിൽ തള്ളു. നമ്മളെ വീട്ടിലെത്ത ഒരു അംഗത്തെ പോലെ കണ്ട് ഞാൻ എന്റെ കൂടെ ചേർത്ത് നടത്തി ജയ് ഹോ. വേണ്ട, ചേച്ചിയുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഹെയ്ദിയൊക്കെ എന്റെ സുഹൃത്താണ്. അപ്പൊ ഹെയ്ദിയൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ നല്ല സുഹൃത്ത്, അടുത്ത സുഹൃത്ത് ആരാ അതും കൂടി പറ. ഒക്കെ നമ്മള് അറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, ചേച്ചിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ കാര്യങ്ങൾ അറിയുമ്പോഴൊക്കെ നമുക്കും വന്നിരുന്ന, ഞാനതാ ചേച്ചിനെ ആദ്യം വന്നപ്പോ പറഞ്ഞത്, എനിക്കൊക്കെയാണ് വന്നിരുന്നെങ്കിൽ ഞാൻ തീർന്നു. അതിപ്പോ ആർക്ക് വന്നാലും തീരാനുള്ള തീരും. പിന്നെ ഇനി ഇത് വന്ന് തന്നെ തീരണമെന്നൊന്നുമില്ല. തീരേണ്ടവരൊക്കെ അല്ലാതെ അത് സമയമാകുമ്പോൾ തീരും. എടാ, നമുക്കൊരു ജീവിതമുള്ളൂ, നമ്മൾ ജീവിക്കുക. ഇപ്പൊ ഒരു അസുഖം വന്നെന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തറപ്പറ്റി തൊലഞ്ഞു പോകേണ്ട കാര്യമില്ല. ഇപ്പോ രേണുവിന് ഇങ്ങനെ അസുഖം വന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു പോയിന്റിൽ നോക്കുമ്പോൾ
രേണു ഈ അസുഖത്തിന് വക വയ്ക്കാണ്ട് നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഒരു പോയിന്റില്. പിന്നെ വിളിച്ചു പറയുന്ന കള്ളത്തനങ്ങളും കിച്ചുവിനെ കുറ്റപ്പെടുത്തുന്നതും കാണുമ്പോഴാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് അല്ലെ. ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സാധാരണ എത്ര ആൾക്കാർ ഇത്രയും ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ രേണു നല്ല എനർജറ്റിക് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവക്ക് അസുഖം വരുന്നതിന് മുന്നേ ഇവളെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ വരെ സഹതാപത്തിന്റെ പേരിൽ ഇവളെ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷെ വീണ്ടും ഇവള് തന്നെ വെറുപ്പ് വാങ്ങിച്ചു കൂട്ടി. ആരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മണ്ടത്തരാണെന്ന് ദൈവത്തിനറിയാം. എന്തായാലും ആരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മണ്ടത്തരത്തിനെ തുടർന്നിട്ട് ഇവളെ ഹേറ്റ് വാങ്ങിച്ചു കൂട്ടിയെന്നേ ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടെ നിൽക്കുന്നവർ തന്നെ ഇവളെ വെച്ച് മുതലാക്കി എടി അങ്ങനെ പറ ഇങ്ങനെ പറ എന്ന് പറഞ്ഞ് പലരും അൻഷാദ് ബാലയെ പോലെയുള്ള കൂടെ നിൽക്കുന്നവന്മാര് തന്നെ ഇവക്കിട്ട് പണിത് ഇവളെ കൊണ്ട് മുതലെടുപ്പ് നടത്തുകയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സീരിയസ്ലി അത് ചേച്ചിനെ ഞാൻ ഋതപ്പനൊക്കെ അതുപോലെ കെയർ ചെയ്ത് സംസാരിക്കുന്നത്, അപ്പൊ അവനെ അറിയാണ്ട് നോക്കുന്നതും ഒക്കെ എനിക്ക് വലിയൊരു കാര്യമായിട്ട് തന്നെ തോന്നുന്നു. ചേച്ചി ആയതുകൊണ്ട് പിടിച്ചേക്കുന്നത് ഇങ്ങനെ തന്നെ വരണം. ഇപ്പൊ ചേച്ചി മാനേജർ മാത്രമല്ല, കുറെ ആളുകൾ ചേച്ചി തിരിച്ചു വരണം. അതൊരു ഭയങ്കര വലിയൊരു തിരിച്ചു വരണം എന്നല്ല ഞാൻ പറയുന്നത്, സജീവമായിട്ട് തന്നെ പിന്നെയും തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളിൽ ഞാനും പോട്ടെ. ഞാനുണ്ട്. സീരിയസ്ലി രേണു, നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ല, നീ തിരിച്ചു വരണം. കാരണം ഞാനിപ്പോ ഒരു കോമഡി ആയിട്ടേ കണ്ടിട്ടുള്ളതില്ല. സീരിയസ്ലി നിനക്കൊന്നും പറ്റാണ്ട് നീ തിരിച്ചു വരണം. എങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വല്ലതൊക്കെ പറഞ്ഞ് എന്നെ മോനെ എന്നൊക്കെ എന്നെ നീ വിളിക്കുമ്പോൾ എനിക്ക് തിരിച്ചും 10 പറഞ്ഞ് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമുക്ക് എനിക്ക് തരമാണെന്നൊന്നും ഞാൻ രേണുവിനെ പറയത്തില്ല. പക്ഷേ രേണുവും ഞാനും തമ്മിലുള്ള ഫൈറ്റ് അല്ലെങ്കിൽ സംസാരം ഞാൻ റിയാക്ട് ചെയ്യുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ഒരു 10 ആൾക്കാരുണ്ട്. അവരുടെ ഇടയിൽ നമുക്ക് ഫൈറ്റ് ചെയ്യണ്ടേ അല്ലേ രേണു? ഇപ്പൊ നിനക്ക് വയ്യാണ്ടായപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ പേഴ്സണലി ഒന്ന് കാണണമെന്ന്. എനിക്കത് കാണാൻ തോന്നിയില്ല. ഞാൻ എന്തിനാ കാണുന്നതെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു. പിന്നെ ചിലവരെ പോലെ വന്നിട്ട് സഹതാപം കാണിച്ച് എനിക്കതൊന്നും താല്പര്യമില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു സാധനമാണ് സഹതാപം. അതെല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, ചിലവർക്ക് സഹതാപം ഇഷ്ടമായിരിക്കും. പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് സഹതാപം ഇഷ്ടമല്ല. ഞാൻ വയ്യാണ്ട് കിടന്ന സമയത്ത്, ആക്സിഡന്റ് ആയിട്ട് കിടന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഒന്ന് സഹതാപം കാണിച്ചിട്ടുണ്ട്. ഈ സഹതാപം കാണിക്കുന്ന കാണുമ്പോഴേ എനിക്ക് തലപ്പരാൻ തുടങ്ങി. പകരം എടാ ഇഞ്ചി വേളെ ചുമ്മാ ഇങ്ങനെ ആ ഒരു മൂഡ് പിടിക്കുന്നവരാണ് എനിക്കിഷ്ടം. നല്ലതാ, രേണു അടിപൊളിയായിട്ട് ജീവിക്കും. ഓക്കെ 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 എവിടെ പോയി? സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയോ? വട അതിലെ വട 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 പൂച്ചാണ്ടി റെയിൽ വണ്ടിയിലെ വാരണാസക്കോട്ടയിലെ റെയിൽ വണ്ടിയിലെ. നമുക്ക് ആർക്കും ഒരു പ്രശ്നമോ കാര്യങ്ങളോ പരിഭവങ്ങളോ ഇല്ല. പരിഭവമില്ല. പക്ഷെ കുറച്ചു പേർക്കെങ്കിലും മൂലയുള്ള ആൾക്കാർക്ക് ചിലപ്പോ എന്തെങ്കിലും ഒന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചെങ്കിലും ചോദിക്കുക, ജസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും ഇടുക. ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും വേണ്ട ഒരു സമയം. അതിപ്പോ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കെയർ ചെയ്യോ അതുപോലെ തന്നെ കെയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം ചേച്ചി. ഓക്കെ, ഒരുപാട് സന്തോഷം. വേണമെന്നുള്ളവർ വിളിക്കും. അതിനിപ്പോ ആങ്കറിന്റെ അഡ്വൈസ് ഒന്നും വേണ്ട. അല്ലെങ്കിൽ ഈ ആങ്കർ കുത്തിത്തിരിപ്പാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, എന്റെ തംബ്നെയിലിനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പേഷ്യന്റിന്റെ പോട്ട് ആ ഒരു സ്ത്രീ ഒരു ക്വാളിറ്റി കാണിക്കാമായിരുന്നു ആങ്കറിന്. ഇത് മേ ബി രേണുവിന്റെ സമൂഹത്തോട് കൂടി പറഞ്ഞ സാധനം തന്നെ ആയിരിക്കാം. എങ്കിൽ കൂടി ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു സാധനം സംസാരിക്കാനേ പാടില്ലായിരുന്നു. എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, മനസ്സിലായോ? അത് എന്തോ ആങ്കർ അവിടെ കാണിച്ചത് ഒരു വെറും പോക്കൃത്തനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ഇതെടുത്ത് വെച്ചിട്ട് ഞാൻ അന്ന് ആ വീഡിയോ കണ്ടവർക്കറിയാം. അതിന്റെ അകത്ത് കമന്റിലും അല്ലാതെ മറ്റും ആൾക്കാർ പറഞ്ഞതിനെയാണ് ഞാൻ എടുത്തു വെച്ചിട്ട് അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അല്ലാണ്ട് വേറെ ആന കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ തുറന്ന് സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പലതും പറയേണ്ടി വരും. എനിക്ക് അതിൻ്റെ ഒന്നും താല്പര്യമില്ല. നിങ്ങൾ പബ്ലിക്കിൽ ഒന്ന് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് പൊളിച്ചെടുക്കും. അല്ലാണ്ട് ആരുടെയും പേഴ്സണൽ കാര്യം എടുത്തുകൊണ്ടൊന്നും ഞാൻ ഇതിന്റെ അകത്ത് ഇടത്തില്ല. ഓക്കെ, അത് ഇന്റർവ്യൂവിന് വേണ്ടി തന്നെയാണ് നമ്മൾ ആ റീച്ച് മനസ്സിൽ കണ്ടിട്ടാണ്. സത്യം പറഞ്ഞോ, ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ നമ്മൾ കിച്ചു ബിഗ് ബോസിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഒരു കണ്ടന്റ് ആവാൻ സാധിച്ചു. ഇതിന് ശേഷം അത് കിട്ടി. ഇത് ഇന്റർവ്യൂവിൽ കൊടുക്കാൻ വെച്ച സാധനമാണ്, മാറി കയറിപ്പോയി. ബാക്കിയാണ് ചേട്ടന്റെ കൂടെ ആക്സിഡന്റിൽ പെട്ടിട്ടുള്ള ഒരാളായിരുന്നു ബിനു അടിമാലി. ബിനു ചേട്ടനൊക്കെ പിന്നീട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരാരും കാണാൻ വന്നിട്ടില്ലായിരുന്നു. ഇനി കാണാൻ വരാത്ത ഒരു ലിസ്റ്റ് എടുത്തിട്ട് എന്നെ ഒരാളും കാണാൻ വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല, ഇതിരുന്ന് അടുത്ത് കാണാ എന്ന് പറയണം. അതിന്റെ ഏർപ്പാടാണ് പുതിയത് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നെ കാണാൻ ആരും വന്നില്ല സുഹൃത്തുക്കളെ. എടീ, വരുന്നവര് വരും, വരാത്തവര് വരും. നമ്മൾ ആരും വരണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കില്ലേ. അത് ചിലവർക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. എനിക്ക് എന്റെ ലൈഫില് എനിക്ക് അങ്ങനെ എന്നെ വന്ന് ആരെങ്കിലും കാണണമെന്നോ എന്നെ അവരെ ഒന്ന് കണ്ടേ പറ്റുള്ളൂ ഈ മൂടൊന്നുമില്ല. എടാ, തോന്നി വരുന്നവർ വരും, ഇല്ലാത്തവർ വരണ്ട. അതുപോലെ തന്നെ ഞാൻ തിരിച്ചും എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഒരാള് ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ പോയി കാണണം. എനിക്ക് ചിലപ്പോൾ ഞാൻ ചിലവരിലേക്കൊക്കെ പോകും, അല്ലാണ്ട് എനിക്കങ്ങനെ തോന്നാറില്ല. എന്തിന്? നന്നായിട്ടിരുന്നപ്പോൾ ഞാൻ പോയില്ലല്ലോ. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ നന്നായിട്ട് അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നവരെ കൂടെ കൂടി തോളിൽ കൈയിട്ട് നടക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം അവരൊരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ അനുഭവിക്കുമ്പോൾ പോയി കാണുന്നത് തന്നെയാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ
അതൊക്കെ ഓരോരുത്തർ തോന്നലടാ ഇഷ്ടം. ഇപ്പൊ രേണു ഇങ്ങനെ ഒരു സ്റ്റേജ് എത്തിയപ്പോ എന്റെ അടുത്ത് പലരും പറഞ്ഞു അതിലൊന്ന് പോയി കാണണം, പലരും ഇഷ്ടം പോലെ പേര്. പക്ഷെ എനിക്ക് തോന്നിയില്ല, എനിക്ക് പേഴ്സണൽ എന്റെ ഒപ്പീനിയനിൽ എനിക്ക് തോന്നിയില്ല, ആലോചിക്കട്ടെ എന്നുള്ളൊരു മൂഡായിരുന്നു, അങ്ങനെയായിരുന്നു. ഓക്കെ, അല്ലാണ്ട് എനിക്ക് താല്പര്യമില്ല സീരിയസ്ലി. പിന്നെ എന്തെങ്കിലും എനിക്ക് കാണണമെന്ന് തോന്നി ഞാൻ വന്ന് കാണും, അല്ലാണ്ട് ഇതെനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. രേണു പറ. വൈഫ് വരാം ഞാൻ പറഞ്ഞില്ലേ തുടക്ക സമയത്ത് എല്ലാവരും വരാം, പക്ഷെ ആരും കണ്ടില്ല. ഇത് വെറും മ്ലാച്ചാണ് രേണു. കാരണം ഓക്കെ, ഇപ്പൊ നിനക്ക് വിഷമം കാണും വരാത്തൊരു ബിനു അടിമാലി ഇവരൊക്കെ വരാത്തിൽ വിഷമം കാണും. അതെന്തിനാണ് ഇന്റർവ്യൂ കൊടുത്ത് അവരുടെ ഇമേജിനെയും കൂടി ബാധിക്കുന്ന രീതിയിൽ അവരെയും കൂടി പൊതുസമൂഹത്തിൽ ഇട്ടുകൊടുത്ത് ചെളി വാരി തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഊളപ്പരിപാടി കാണിക്കുന്നത്? എൻ്റെ ഒരു ഒപ്പീനിയനാ. എന്തിനാ? അവർക്ക് തോന്നുമെങ്കിൽ അവരൊന്ന് കാണും, നീ എല്ലാവരെയും പോയി കാണാം. അല്ല, അതൊന്നും ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. വേണമെന്നുള്ളത് കാണട്ടെ, പക്ഷെ പകരം ലക്ഷക്കണക്കിന് ആൾക്കാർ കാണാനായിട്ട് ഇന്റർവ്യൂവിന്റെ അകത്ത് പോയിട്ട് ഇട്ട് കൊടുക്കുക, അത് മോശമാണ് കേട്ടോ. ആരും വന്നില്ല, സ്റ്റാർ മാജിക്കിലെ ആരും വിളിച്ചില്ലെന്നല്ല, വിളിച്ചിട്ടുണ്ട് എന്നെ. ശ്രീവിദ്യ മുല്ലശ്ശേരി, നോബി ചേട്ടൻ, ബിനു ചേട്ടൻ, ആലീസ് എന്നെ വിളിച്ചിട്ട് എനിക്കൊന്ന് കാണണോന്ന് പറഞ്ഞു. പക്ഷെ അല്ല, കാണണോന്ന് പറഞ്ഞതാണോ കാണാൻ വരാത്തതാണോ നിന്റെ പ്രശ്നം, അതോ വന്ന് അവര് 10 കാശ് തരാത്തതാണോ നിന്റെ പ്രശ്നം? രേണു, നീ സീരിയസ് ആയിട്ട് പറ. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിനക്ക് ആരും വന്ന് സഹായം ചെയ്തു തന്നില്ല, കാശ് തന്നില്ല, അതാണ് നിന്റെ മെയിൻ പ്രശ്നമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ എന്തോന്നല്ലേ ചീള് പരിപാടി. വിളിച്ചില്ലെന്നല്ല, പക്ഷെ ആരും വന്നിട്ടില്ല, വന്നില്ലായിരുന്നു. ചേച്ചിയോട് എന്തെങ്കിലും എതിർപ്പ് അവർക്കുണ്ടോ? എനിക്കറിയില്ല, അവർക്കൊക്കെ ഞാനൊന്നും ചെയ്തിട്ടില്ല അവരോടൊന്നും, ആരും വന്നില്ല. വലിയ അന്ന് ഞങ്ങൾ സുചേട്ടൻ മരിച്ച സമയത്ത് ആ ചാനലിന് വേണ്ടി ഞങ്ങൾ ചെന്നപ്പോ ഒരു പ്രോഗ്രാം ചെന്നപ്പോ ഒരിക്കലും അനാഥരാക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറഞ്ഞവര് പോലും ഈ അവസ്ഥയില്, അതായത് ചേച്ചി ആരുടെ അടുത്തും ഒന്നും തരാനായിട്ട് ആവശ്യപ്പെടുന്നില്ല, ജസ്റ്റ് ഒന്ന് വന്ന് കാണാൻ പോലും അവര് കൂട്ടാക്കിയിട്ടില്ല. ആരും വിളിച്ച് ആരും വന്നില്ല. വിളിച്ചേണ്ട വൈഫ് പറഞ്ഞു വരാന്ന് പറഞ്ഞു, പക്ഷെ അവരാരും വന്നില്ല. ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കും, എല്ലാവർക്കും ഓരോ സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ ബിഗ് ബോസിലെ എല്ലാരും വിളിക്കാറുണ്ടായിരുന്നു അന്ന് ആ സമയത്ത്, പക്ഷെ ആരും വന്ന് കണ്ടില്ല. ലാലേട്ടൻ വിളിക്കാത്തതിൽ ഒരു സങ്കടം ഉണ്ടോ? അയ്യോ അതെ. ഇനി ലാലേട്ടന്റെയും കൂടി നെഞ്ചത്ത് വൈകൊണ്ട് എന്റെ പൊന്നാങ്കര, നിന്നെ പോലെ ഒരു കുത്തിത്തിരിപ്പിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഉള്ള കാര്യം പറയാമല്ല, ലാലേട്ടൻ വരാത്തേലും വിളിക്കാത്തേലും സങ്കടം ഉണ്ടോന്ന് അതിൽ വരെ കൊണ്ട് കയറ്റിവള്. നീ ആങ്കർ അല്ലടി, പൊന്നപ്പൻ മൂടറാ ആങ്കർ പോലും. വലിയൊരു മനുഷ്യനല്ലേ, ഒരുപാട് തിരക്കുകളും. അതെന്താ അങ്ങനെ ആനപ്പുറത്താണോ വരുന്നത് വലിയൊരു മനുഷ്യൻ? അപ്പൊ ലാലേട്ടനെ പറയാത്തെന്താന്ന് പറഞ്ഞാൽ ഫാൻസ് കയറിയപ്പോ ഞെരങ്ങിട്ടു, ആ പേടി കൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിനു അടിമാലിയും വലിയൊരു മനുഷ്യന്, അങ്ങനെ എനിക്ക് അത്യാവശ്യം പ്രായമുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ പറയില്ല. ആ ബിഗ് ബോസിൽ ഞാൻ കയറി അദ്ദേഹത്തെ കാണാൻ പറ്റി. എന്നെ രേണു സുധീന്ന് വിളിച്ചതിനെ എന്റെ ഭാഗ്യമായിട്ട് തരുന്നത്. എന്റെ മരണം നില്ല രേണു സുധീന്ന് വിളിച്ചാരി എന്നെ ഓർമ്മിപ്പിക്കല്ലേ. വിളിച്ചതും അങ്ങേരെ എന്നെ കൊണ്ടുപോയത് അങ്ങനെ തന്നെ. ആ ഭാഗ്യം നിനക്ക് മാത്രമേ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. കൈ പിടിച്ചിറക്കി കൊണ്ടുപോയി മതി നിന്റെ സേവനം. ഇവിടെ ശമ്പളം തന്ന് നിർത്തി 3000 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു നിനക്ക് ഡെയിലി തന്നോണ്ടിരുന്നു അല്ലേ. ശമ്പളം തന്ന് നിർത്തിയിരുന്ന അവർക്ക് നഷ്ടമായി. എന്നിട്ട് നീ മറ്റേ വായ്ത്താളം അടിച്ചോണ്ടോന്ന് എനിക്ക് 10,000 50,000 ലക്ഷം എങ്കിൽ നിനക്ക് ആശുണ്ടല്ലേ എന്ന് നീ തള്ളിക്കൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. ബോട്ട് അതെന്റെ ഭാഗ്യമാണ്. അദ്ദേഹം എന്നെ രേണു സുധീന്ന് പേര് വിളിച്ചത്. അതിൽ കൂടുതൽ ഒന്നുമില്ല, അതെ മനസ്സിലൊന്നുമില്ല. പിന്നെ സാജു നവോദയ ചേട്ടൻ വൈഫും വന്നിരുന്നു അന്ന് വന്ന് കണ്ടിരുന്നു കേട്ടോ. അത് ചിലപ്പോൾ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ അല്ല, ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു സാജൻ. അതാണ് ഞാൻ ബിഗ് ബോസിന്റെ ആയിട്ട് പറയുന്നില്ല, പക്ഷെ അത് സുചേട്ടന്റെ ആ ഒരു ബന്ധം വെച്ച് തന്നെ ആദ്യം വന്ന് കണ്ടത്. പിന്നെ ദിയാസാനെ ആ ബിഗ് ബോസിലെ വന്ന് കണ്ടിട്ട്. അവരൊക്കെ വന്ന് കാണും. അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പോരാടുന്ന ആൾക്കാരല്ലേ, നല്ലതാ. ഓക്കെ, പക്ഷേ എനിക്ക് പറയുന്ന കാര്യത്തില് രേണു ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെ ആര് വന്ന് കാണണ്ട എന്നൊക്കെ ഉള്ള അവരുടെ തീരുമാനമാണ്. അത് ഒരു ഇതായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കില്ല. എങ്കിൽ നീ ലാലേട്ടനെ പറയാത്തത് എന്ത് പേടിയോ? ലാലേട്ടനെ പറഞ്ഞാൽ കിട്ടും പണി പാലും വെള്ളത്തിലോ നിനക്കും അറിയാം. അത് ഹോസ്പിറ്റലിൽ വന്ന് കണ്ടിട്ട് ജസ്റ്റ് കണ്ടായിരുന്നു, വന്ന് കണ്ടു. പിന്നെ അല്ലാണ്ട് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പേരെ വന്നിട്ടുള്ളൂ. സ്റ്റാർ സിനിമ എല്ലാവരും മറന്നു പോകാൻ എനിക്കറിയില്ല. ഇത്രേ ഉള്ളൂ. ഈ ശ്രീകണ്ഠൻ സാറുമായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ഇല്ല എനിക്ക്. ഇനി അങ്ങനെയും കൂടി പറഞ്ഞായിരിക്കും. ശ്രീകണ്ഠൻ സാറിനും കിട്ടി അണ്ണാക്കില്. നിങ്ങൾ ആള് കൊള്ളാലോ രേണു. വഴിയെ പോകുന്ന എല്ലാവർക്കും ഇട്ട് കൊട്ടിയുള്ള പരിപാടിയാണല്ലോ നിങ്ങളുടെ പരിപാടി. നിങ്ങളൊരു കില്ലാടി തന്നെ, പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, ആരുമായിട്ടൊരു കോണ്ടാക്ട് ഇപ്പോഴും ഇല്ല, അന്നും ഇല്ല. അതാ പറഞ്ഞ അതാ അന്ന് ഞങ്ങളെ ഒരിക്കലും അനാഥരാക്കത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. എന്റെ പൊന്നട, കാലാകാലം നിങ്ങളെ എല്ലാരും പിടിച്ചോണ്ടിരിക്കത്തൊന്നുമില്ല. ഞാനുള്ള കാര്യം പറയും. ഇത് നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ച് അല്ലെങ്കിൽ പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനുള്ള കാര്യം പറയാം. ഓക്കെ, ഞാനുള്ള കാര്യം പറയാം. കാലാകാലം നിങ്ങളെല്ലാരും വന്ന് കാണുക, സഹായിക്കുക. ദാറ്റ്സ് നോട്ട് ഫെയർ. ഭംഗി വാക്കുകൾ പറയാം. ഞാൻ ഭംഗി വാക്കുകൾ എന്റെ ജീവിതത്തിൽ ഞാൻ പറയാറില്ല. ഞാൻ വാക്ക് കൊടുക്കാറുമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ചെയ്യാനൊന്നും പറ്റൂല. എന്റെ മൂഡ് പലപ്പോഴും പല മൂഡായിരിക്കും. ഓണം മൂഡ്. അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും വാക്കൊന്നും കൊടുക്കാറില്ല.
ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ എല്ലാം കാലാകാലം നോക്കിക്കൊണ്ടിരിക്കുക, അത് നടക്കുന്ന കാര്യമൊന്നുമില്ല. എനിക്കില്ലേ ജീവിതം. അതുപോലെ തന്നെ എല്ലാവർക്കും അവർക്ക് കാലാകാലം നിങ്ങളെ നോക്കിയിരിക്കാനൊന്നും പറ്റത്തില്ല. രേണു മണ്ടത്തരം വിളിച്ച് പറയല്ലേ. ഇപ്പൊ കാര്യം കുറ്റപ്പെടുത്തുമല്ല, പരാതിയില്ല പരിപോലെ എങ്ങനെയും മരുന്ന് മേടിക്കാനുള്ള സാമ്പത്തികം ഉണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. എങ്ങനെയും മരുന്ന് മേടിക്കണം, ജീവൻ രക്ഷിക്കണം, തിരിച്ചു വരണം, ചെറിയ വർക്ക് ചെയ്യണം, ആരെയും ബുദ്ധിമുട്ടാണ് അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക. അല്ലാണ്ട് എന്നെ അവര് വന്ന് കണ്ടില്ല, ഇവര് വന്ന് കണ്ടില്ല, ഇതെന്തുവാ. സീറ്റ് നേരെ വെക്കേണ്ടതായിരുന്നു, മറന്നു വരണു. പ്രാഗല്ലേ. എനിക്കൊരു ആഗ്രഹമായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യാതെ മനപ്പുറം റോട്ടിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ചെയ്തതാണ്. വേറെ ഒന്നും കൊണ്ടല്ല ഈ വീഡിയോ. രേണുവിന് വേണ്ടിയിട്ട് രേണുവിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ഈ വണ്ടിക്കകത്തിരുന്ന് ചെയ്യണമെന്നൊരു ആഗ്രഹം. രേണു പറഞ്ഞ സ്ഥിതിക്ക് കേട്ടോ. ഇപ്പൊ കീമോ കഴിഞ്ഞ് റെസ്റ്റ് കഴിയുമ്പോൾ ഒന്ന് എടുത്ത് നോക്കണം എന്റെ വീഡിയോ കേട്ടോ. ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം, കൊച്ചിന് വേണ്ടി ജീവിക്കണം എന്നൊരു ഒറ്റ ചിന്ത മാത്രമേ. എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കണ്ടിട്ടുണ്ടോ മനസ്സിൽ? പൈസയുടെ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ബ്ലാങ്ക് ആണ്. പിന്നെ ചെറിയ എന്റെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അതേ ഉള്ള ആകെ ആശ്രയം. അതിന്റെ അകത്ത് കിച്ചുവിനെ കുറ്റം പറഞ്ഞുണ്ടെങ്കിൽ ഇരുന്നാൽ മതിയല്ല. ചെറിയൊരു യൂട്യൂബ് ചാനല് നല്ലതാ, വളരെ നല്ല തീരുമാനം. അത് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക. അതായത് വയ്യാണ്ടിരിക്കുന്നോണ്ട് വീഡിയോസും കുറവാണ്. വയ്യല്ലേ, മൈക്കൊക്കെ മേടിക്കണം. അതെ, മൈക്കൊക്കെ ഇനി മേടിക്കണം. മൈക്കൊക്കെ മേടിച്ച് ചെയ്യണം. ഇനി അതും ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുത്ത സ്ട്രാറ്റജി ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. മൈക്കിന് വേണ്ടിയിട്ട് ദൈവത്തിനറിയാം. രേണു ആയിട്ട് ഒന്നും പറയാൻ പറ്റൂല. ലാലേട്ടാ, നിങ്ങളെ എന്നൊന്നും ഇനി കുറ്റം പറയുന്ന ലാലേട്ടൻ. ഇപ്പൊ ഇൻ കേസ് കിച്ചു ബിഗ് ബോസിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഒരു കണ്ടന്റ് ആവാൻ സാധ്യത ആയിരിക്കും, തീർച്ചയായിട്ടും. നീ ആരുവാ? നീ കണ്ടന്റ് ആവാനായിട്ട് നീ ആരുവാ? നീ കലാകാലം കണ്ടന്റ് ആവാനായിട്ട് ശരിയാണല്ലേ, നീ ഒരു കണ്ടന്റാ. പിന്നെ കിച്ചുവിന് തലയ്ക്കോളൊന്നുമില്ല അവിടെ പോയിട്ട് നിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ചിലപ്പോൾ ആരെങ്കിലും എടുത്തിട്ട് ചൊറിയും. ഇനി അവൻ ബിഗ് ബോസിലുണ്ടോ ഇല്ലെന്ന് അവൻ തന്നെ പറയട്ടെ, ഞാൻ പറയുന്നില്ല. ഞാൻ പോയത് കൊണ്ട് എനിക്കറിയാലോ, ഇവിടെ ഉള്ളതല്ലേ അവിടെ ഇട്ട്. ഉറപ്പായിട്ടും രേണു സുധി ആയിരിക്കും കിച്ചുവിനുള്ള കണ്ടന്റ്. കിച്ചുവിനെതിരായിട്ട് ഒരുപാട് പേര്, മീൻസ് എതിരാ, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാ. എന്റെ പൊന്നടാവേ, എന്റെ പൊന്നിലാണ് ഒന്ന് വിടാ ചെറുക്കനെ. നീ ഒരു കാര്യം ചെയ്യും, വേറെ ആരും നെഞ്ചത്ത് വെക്കാറ്. ഞാൻ വെറുതെ ഇരിക്കണം, എന്റെ നെഞ്ചത്ത് നേറ്. അല്ലാണ്ട് പാവം ചെറുക്കനെ ഒന്ന് വെറുതെ വിട്. അവൻ ജീവിക്കട്ടെ, അവന്റെ കരിയറും കാര്യങ്ങളും നോക്കി അടിപൊളിയായിട്ട് അവൻ ഒറ്റയ്ക്ക് അങ്ങ് ജീവിച്ചു പോകുന്നു. അവനെ നിനക്ക് ഇങ്ങനെ പിന്തുടർന്ന് ശല്യം ചെയ്യുമ്പോൾ എന്ത് സുഖമാണ് കിട്ടുന്നത്? മനസ്സിലാവാത്തോണ്ടിരിക്കുക. ഗെയിം എന്ന് പറഞ്ഞു ഇതിനെന്ന് പറഞ്ഞാൽ ഞാൻ അതാ ഉദ്ദേശിച്ച ഗെയിം. എല്ലാരും അവിടെ പോകുന്ന എന്തിനാണ്? വിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹം. അപ്പം പിന്നെ നീ എന്ത് വിൻ ചെയ്യണമെന്ന ആഗ്രഹത്തോടെ പോവാതെ കടിക്കലയുടെ പൊന്നെ അത് അതിലല്ലേ. തത്തമ്മ ഉറങ്ങിയ, അയ്യോ കണ്ണില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അയ്യോ എന്റെ ലാലേട്ടൻ, ഞാൻ പോകാൻ വേണ്ടി ഇന്നപ്പോ ലാലേട്ടൻ കൊണ്ടുപോയി, ലാലേട്ടൻ്റെ ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയെന്ന കിടന്ന് മോങ്ങുന്നുണ്ടായിരുന്നു. വിചാരിച്ചില്ലല്ലേ ഇങ്ങനെ ഷൊണ്ണായിട്ട് നിൽക്കുമ്പോൾ ജയിക്കുമെന്ന് വിചാരിച്ചാണ്, നാട്ടുകാരുടെ സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചാണ്. തെറ്റി നിനക്ക്. ഇതിന് വേണ്ടിട്ട് അവരോട് ചിലപ്പോൾ കിച്ചുവിനോടുള്ള ഒരു കണ്ടന്റ് ആയിരിക്കും രേണു സുധി എന്ന് പറയുന്നത്. വളർത്തമ്മ അവിടെ ഒരു വിക്ടിം കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. റേഷൻ കാർഡ് എനിക്ക് പോവാ അമ്മച്ചി. ഈ ആങ്കറിനെ ആദ്യം പിടിച്ച് മറ്റേ ബൈപ്പാസിന്റെ നടുക്കുള്ള മറ്റേ പുല്ല് ഇട്ടിരിക്കൂലേ അവിടെ കൊണ്ടിട്ട് ഉരയ്ക്കണം. അതാണ് ചെയ്യേണ്ടത്. വിക്ടിം കാർഡ്, റേഷൻ കാർഡ്. സിന്ധുവാണ് ഇങ്ങനെ ഒരു ആങ്കർ ഉണ്ടാ? അയ്യേ, ഉറപ്പല്ലേ? ഉറപ്പാണ്. ഇനി രേണു സുധി ഇങ്ങനെ കേൾക്കാം ബിഗ് ബോസിൽ. ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. എനിക്ക് സന്തോഷം. പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. സന്തോഷം. അടോ സന്തോഷം. കടികളാടെ പൊണ്ണേ മുക്കി പറയുന്നു. പ്രാവുന്നുണ്ടോ രേണു? നീ തന്നെ പ്രാകരുത്. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് നന്മയുള്ള ലോകമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ബാക്കി പണ. ചേച്ചി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു, ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പൊ മിണ്ടാത്ത ആൾക്കാരുണ്ട്, മിണ്ടുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇതിനകത്ത് ആരെങ്കിലും ഹെൽപ്പ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു? സായി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, അതല്ലാതെ ഹെൽപ്പ് ആയിട്ട് ആരെങ്കിലും? ഞാൻ പറഞ്ഞില്ല, എന്നെ എനിക്ക് ഹെൽപ്പ് തന്നോ തരാത്തോ ഒന്നും അല്ലടാ. എന്നെ ഒന്ന് കണ്ടല്ലോ, അനുവാണേലും ആദില നൂറ വന്നെന്നെ കണ്ടു, എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു. ഭയങ്കര സന്തോഷം. അതുപോലെ ബിന്നി ഹസ്ബൻഡ് വന്നു. ചെറിയ എനിക്ക് വലുത് തന്നെയാണ് തന്നു. അതുപോലെ പിന്നെ ബിഗ് ബോസിലെ വേറെ ആരും എന്നെ വന്ന് കണ്ടില്ല. ലാലേട്ടൻ അങ്ങനെ എന്തെങ്കിലും വിളിക്കോ? അവര് അതിന്റെ ആൾക്കാർ വിളിച്ചായിരുന്നു ബിഗ് ബോസിന്റെ. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് പുതിയത് വരുമല്ല, അതിന്റെ തിരക്കായോണ്ടായിരിക്കും പിന്നെ ഒരു കോളോ ഒന്നും. എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു, എന്റെ ചേച്ചി സംസാരിച്ചിരുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ, സാമ്പത്തികം, ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞു. പിന്നെ വിളിച്ചിട്ടില്ല, ആരും വിളിച്ചില്ല, ആരും വന്നു. ഞാൻ ബിഗ് ബോസിന്റെ ഭാഗമല്ലായിരുന്നു, പക്ഷെ പിന്നെ ആരും വിളിച്ചില്ല. എനിക്കറിയില്ല, അവര് വിളിച്ചില്ല. പിന്നെ ഒന്നും തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നി പുതിയ ബിഗ് ബോസിന്റെ തിരക്കൊണ്ടായിരിക്കാം. പിന്നെ രേണു പറഞ്ഞാൽ പിന്നെ പറഞ്ഞു, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. എന്റെ പൊന്നു രേണു, ആരും കാലകാലം ഒന്നും വന്ന് നിന്നെ കാണാൻ പോകുന്നില്ല. നിനക്ക് വേണമെങ്കിൽ നീ ഉണ്ടാക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കും. അല്ലാണ്ട് എല്ലാവരും കാലാകാലം വന്ന് നിന്നെ കാണുകയും നിനക്ക് വേണ്ടി ഇരിക്കുകയും നിനക്ക് വേണ്ടി കാശ് ഒന്നും ചെയ്യത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഇപ്പം നിന്റെ കൂടെ നിന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി മുതലെടുക്കുന്നവർ നാളെ നിന്റെ കൂടെ കാണത്തില്ല. കേട്ടാ, മനസ്സിലാക്ക്. നിനക്ക് ബോധവും ബുദ്ധിയും വിവരമില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എവിടെ എന്ത് പറയണമെന്ന് അറിയത്തില്ല, എങ്ങനെയാണ് നീ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്ന് നിനക്ക് പോലും അറിയത്തില്ല.
വളരെയധികം മണ്ടത്തരമാണ് നിന്റെ ജീവിതമൊന്നും എനിക്കറിയാം. എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല. ലാലേട്ടനെ ഒന്നും കുറ്റം പറയില്ല. മോഹൻലാൽ ഫാൻസും കൂടി കയറി പൂരത്തെറി വിളിച്ചിട്ട് പോകും. അതിനുള്ള ഇട രേണുവായിട്ട് എന്നെ ഉണ്ടാക്കി വെക്കല്ലേ. ഓക്കെ, കൂടുതലായിട്ടൊന്നും പറയല്ല. ഞാൻ പിന്നെ ഇത് പുറത്തിരുന്ന് കാറിൻ്റെ അകത്തിരുന്ന് ചെയ്യണമെന്നൊരു ആഗ്രഹമായിരുന്നു. രേണുവിൻ്റെ ഒരു കണ്ടന്റ് രേണുവിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ടു രേണു. ഓക്കെ, ചിലർ പറയും എനിക്ക് രേണുവിൻ്റെ അടുത്ത് എന്തോ ദേഷ്യമാണ് പേഴ്സണലി ദേഷ്യം. എനിക്ക് പേഴ്സണലി ദേഷ്യം അവളാര് അവൾ എനിക്ക് ത്യാഗം ചെയ്തിട്ടില്ല. അവൾ കേസ് എൻ്റെ പേരിൽ കൊടുത്തപ്പോഴേ എനിക്ക് റീച്ചാണ് കിട്ടിയിട്ടുള്ളത് സീരിയസ്ലി. അതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നുമില്ല. പിന്നെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരടക്കം നിന്നെ കൊണ്ട് കിച്ചുവിനെതിരെ പറയിപ്പിക്കുന്നതടക്കം നിന്റെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്. അവര് റീച്ച് ഉണ്ടാക്കുന്നു, കണ്ടന്റ് ഉണ്ടാക്കുന്നു. ഇപ്പൊ ഈ പറയുന്ന പോലെ ഇന്റർവ്യൂ ചെയ്യുന്നവരാൽ കുറച്ച് കാശ് തന്നിട്ട് നിന്നെ കൊണ്ട് കിച്ചുവിനെതിരെ പറയിപ്പിക്കുന്നു. അവര് കാശ് തന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കാശ് മാത്രമേ നിനക്ക് കിട്ടത്തുള്ളൂ. പിന്നെ കിട്ടുന്നത് നിനക്ക് വെറുപ്പ് മാത്രമാണ്. ജനങ്ങളുടെ വെറുപ്പാണ് നീ സമ്പാദിച്ചു കൂട്ടുന്നത്. അത് ചിന്തിക്കാനുള്ള ഒരു ബോധം കാണിക്കുക. അല്ലാണ്ട് നീ ഇങ്ങനെ തോന്നിയതുപോലെ വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് നഷ്ടം, എനിക്കല്ല. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇനിയും വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും. ജസ്റ്റ് ഫൺ, ആ ഒരു മൂഡിലായിരിക്കും പിടിക്കുന്നത്. നീ കള്ളങ്ങളെ വിളിച്ചു പറയുമ്പോൾ അതിനെ പൊളിച്ചെടുക്കും. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ 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 ബൈ. എല്ലാവർക്കും ഹാപ്പി ഓണം. അടിച്ചു പൊളിക്കുക. ഓണം ഇല്ലാത്തവർ എന്നെ പോലെ വീട്ടിൽ കിടന്ന് കമന്ന് നടന്ന് ഉറങ്ങുക. അപ്പോൾ ശരി, ബൈ.